ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും നമ്മളൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. സോ ഇന്ന് നമ്മളൊരു ക്യാമ്പിങ്ങിന് വേണ്ടി വന്നിരിക്കുകയാണ്. സാധാരണ എപ്പോഴും ക്യാമ്പിങ്ങിന് വന്നിട്ടുണ്ടെങ്കിൽ അത് ഫുൾ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് പറ്റാറില്ല. പക്ഷേ ഈ പ്രാവശ്യമെങ്കിലും നമുക്ക് ക്യാമ്പിങ് കംപ്ലീറ്റ് ചെയ്യണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. അപ്പോൾ നമ്മളിവിടെ സ്റ്റോപ്പ് എടുത്തിരിക്കുകയാണ്. കാരണം ലൂക്കിക്ക് ഫുഡൊക്കെ കൊടുക്കാനുള്ള ടൈം ലൂക്കാനെയും കൂടി നമ്മൾ കൂടെ കൂട്ടിയിട്ടുണ്ട്. കാരണം നമ്മൾ നാളെ ഇനി തിരിച്ചു പോവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ലൂക്ക ഒറ്റയ്ക്കായി പോവും. ലൂക്കാനെയും കൂടി നമ്മൾ കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ ലൂക്കിക്കുള്ള ഫുഡൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ചെറിയ സ്റ്റോപ്പ് എടുത്തിരിക്കുകയാണ് കേട്ടോ. ഇത് റോഡിൻ്റെ സൈഡിലായിട്ട് നമ്മളിങ്ങനെ ഒരു ഡെസേർട്ടിലേക്ക് കുറച്ചിങ്ങനെ ഇറക്കിയിരിക്കുകയാണ്. അപ്പോൾ ഇതാ നമ്മൾ കാർ അവിടെ നിർത്തിയിട്ടുണ്ട്. ഡെസേർട്ടിലേക്ക് ഇറക്കിയിട്ടാകുമ്പോൾ നമുക്ക് അവന് പീ ചെയ്യാനുള്ള സ്ഥലമൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടി നിർത്തിയിരിക്കുകയാണ്. അത് മാത്രമല്ല അവൻ്റെ ഫുഡും കൂടി നമ്മൾ എടുത്തിട്ടുണ്ട്. ഇതും കൂടി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നിർത്തിയിരിക്കുന്നത്. ഇപ്പം ഞാൻ ഇങ്ങനെയാണ് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത്. സ്ട്രീറ്റ് ലൈറ്റ് പോലും ഇല്ലാത്ത സ്ഥലമാണ്. അതുകൊണ്ടാണ് ലൈറ്റ് പിടിച്ച് ഇത്ര ലൈറ്റിൻ്റെ ആവശ്യം ശരിക്കും പറഞ്ഞാൽ എനിക്കില്ല കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ പോകാൻ പോണ സ്ഥലത്തിൻ്റെ പേര് വന്നിട്ട് സുലേഖ ലേക്ക് എന്നാണ്. ഫസ്റ്റ് ടൈമാണ് പോണത്. വെറുതെ ഇങ്ങനെ യൂട്യൂബൊക്കെ സെർച്ച് ചെയ്തപ്പോഴത്തേക്കും കണ്ടിട്ടുണ്ടായിരുന്നൊരു സ്ഥലമാണ് കേട്ടോ അത്. അപ്പോൾ നമ്മൾ അവിടേക്ക് പോകാമെന്ന് വിചാരിച്ചു. പിന്നെ റിവ്യൂസ് ഒക്കെ നോക്കിയപ്പോഴത്തേക്കും നല്ല റിവ്യൂ ആണ് കണ്ടിട്ടുണ്ടായിരുന്നത്. സ്ഥിരം നമ്മൾ പോകാറുള്ള ജബൽ ജയ്സ് അങ്ങനത്തെ സ്ഥലങ്ങളല്ല. അപ്പം ഈ പ്രാവശ്യം ഒന്ന് മാറ്റി പിടിക്കാം എന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ സുലേഖ ലേക്ക് ചൂസ് ചെയ്തിരിക്കുകയാണ്. അവിടെ പോയാലും അറിയില്ല അവിടുത്തെ അവസ്ഥ എന്താണെന്നൊക്കെ. നല്ല തിരക്കുണ്ടാവുന്ന തോന്നുന്നത്. കാരണം അവിടെ നാഷണൽ ഹോളിഡേയ്സ് ആണ്. നാഷണൽ ഹോളിഡേ അല്ലേ? അതെ, ഇവിടെ അപ്പോൾ നാഷണൽ ഹോളിഡേയ്സ് ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടാവുമായിരിക്കും. ഒരു 3-4 ദിവസം അടുപ്പിച്ച് ലീവാണ്. അപ്പോൾ നമ്മൾ എന്തായാലും അവിടെ പോയിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. അവൻ്റെ എല്ലാ സാധനങ്ങളും നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവനെ ജസ്റ്റ് ഒന്ന് പുറത്തിറക്കാൻ വിചാരിച്ചു. ഇത്രയും നേരം അവൻ ചെറിയ കേജിലായിരുന്നു. അപ്പോൾ അവന് ജസ്റ്റ് ഒന്ന് പുറത്തിറക്കി നടത്താമെന്ന് വിചാരിച്ചു. അവന് പീ ടൈമൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഫുഡൊക്കെ കൊടുത്ത് അവൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് പോവാം എന്ന് വിചാരിച്ചു കേട്ടോ. ഈ ഒരു ഏരിയ നിങ്ങൾ കണ്ടോ? ആരും തന്നെ ഇല്ല കേട്ടോ. ഇവിടുന്ന് അങ്ങോട്ടേക്ക് നമുക്ക് അങ്ങനെ എൻ്റർ ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഇതുവരെ നമുക്ക് വരാൻ വേണ്ടി പറ്റുള്ളൂ കേട്ടോ. ഇതിൻ്റെ അപ്പുറത്ത് തന്നെ റോഡാണ്. ഇങ്ങനെ നമുക്ക് ക്യാമ്പിംഗ് ഒക്കെ ചെയ്യാൻ പറ്റുന്ന സ്ഥലം തോന്നുന്നു. പക്ഷേ ഞങ്ങൾ വരുന്ന വഴിക്ക് ഒരുപാട് ക്യാമ്പിംഗ് സ്പോട്ടുകൾ കണ്ടിട്ടുണ്ടായിരുന്നേ. ഞങ്ങൾ വരുന്ന വഴിക്ക് ഒരുപാട് ക്യാമ്പിംഗ് സ്പോട്ടുകൾ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അതായത് റോഡ് സൈഡിൽ ഡെസേർട്ടിലേക്ക് വണ്ടിയൊക്കെ ഇറക്കി നിർത്തി കുറേ പേര് ക്യാമ്പിങ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ തന്നെ ഞങ്ങൾക്ക് തോന്നി നമ്മൾ പോണ സ്ഥലം കുറച്ചും കൂടി ഒരു ഫേമസ് ആയിട്ടുള്ള സ്ഥലമാണ്. അപ്പോൾ അതുകൊണ്ട് അവിടെ ഒരുപാട് പേരുണ്ടാവും എന്നുള്ളത് ഇപ്പോഴത്തന്നെ ഞങ്ങൾക്ക് ഉറപ്പാണ് കേട്ടോ ഏകദേശം. കാരണം വരുന്ന വഴിക്ക് നിറയെ വണ്ടികൾ നിർത്തിയിട്ട് ക്യാമ്പിങ് ചെയ്യുന്നുണ്ടായിരുന്നു, ഡെസേർട്ടിലേക്ക് ഇറക്കി നിർത്തിയിട്ട്. അപ്പോൾ നമ്മൾ പോണ സ്ഥലത്ത് എന്തായാലും നല്ല തിരക്കുണ്ടാവുമെന്നാണ് തോന്നുന്നത്. കാരണം അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള സ്ഥലമാണ്. ഗൂഗിൾ റേറ്റിംഗ് 4.5 ഉള്ള സ്ഥലമാണ് കേട്ടോ. പിന്നെ ലേക്കിൻ്റെ സൈഡാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്യാവശ്യം ആൾക്കാരുണ്ടാവുമെന്നാണ് തോന്നുന്നത്. നല്ല തണുപ്പുണ്ട്. ഇപ്പം ഇവിടെ ഏകദേശം വിൻ്റർ സീസൺ ആയല്ലോ. അപ്പോൾ നല്ല തണുപ്പുണ്ട് കേട്ടോ. ഇനി നമുക്ക് പോവാം കേട്ടോ. ലൂക്കനെ കുറച്ച് നേരമൊക്കെ നടത്തിച്ചു. നമ്മൾ പുറത്തൊക്കെ ഇറങ്ങി നിന്നു. ഇനിയിപ്പോൾ നമുക്ക് പേടിച്ചേ ഇനിയിപ്പോൾ നമുക്ക് പോകാനുള്ള സമയമായിട്ടുണ്ട് കേട്ടോ. സോ ലെറ്റ്സ് ഗോ ടു സുഹൈല ലേക്ക്. ഇനി പോയിട്ട് സ്ഥലം പിടിക്കണം. നല്ല തിരക്കുണ്ടാവുമെന്നാണ് തോന്നുന്നത്. ഇതാണ് ലൂക്കേൻ്റെ കേജ് കേട്ടോ. ഈ കേജിലാണ് അവനെ എല്ലാ സ്ഥലത്തേക്ക് കൊണ്ടുപോവുക. നന്നായിട്ടിരിക്കും കേട്ടോ അവൻ. ഇപ്പം ഞങ്ങൾ പറഞ്ഞിട്ട് തന്നെ ഏകദേശം ഒരു 2 മണിക്കൂറൊക്കെ ആയിട്ടുണ്ട്. പക്ഷെ അവൻ അടിപൊളിയായിട്ട് ഇതിലിരിക്കും കേട്ടോ. ഇതിൽ കയറ്റിയിട്ട് നമ്മൾ അവനെ കാറിൻ്റെ ഡിക്കിയിലാണ് വെക്കാറുള്ളത്. അവൻ പ്രശ്നമൊന്നും ഉണ്ടാക്കാറില്ല, സൗണ്ടൊന്നും ഉണ്ടാക്കാണ്ട് തന്നെ ഇരിക്കും കേട്ടോ. ബാക്കി ലഗേജസും ഉണ്ട്. ഞങ്ങൾ ലഗേജസ് എല്ലാം ഇങ്ങനെ സൈഡിലാക്കി വെച്ചിരിക്കുകയാണ്. ഇപ്രാവശ്യം കമ്പാരിറ്റീവ്ലി കുറച്ച് ലഗേജ് ഞങ്ങൾ എടുത്തിട്ടുള്ളൂ കേട്ടോ. സ്ഥലം ലാഭിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളിങ്ങനെ ലുലുവിൻ്റെ ബാഗ്സിലാണ് നമ്മളെല്ലാ സാധനങ്ങളും വെച്ചിരിക്കുന്നത്. ഞങ്ങൾ ഒരുപാട് ബാഗ്സ് മേടിച്ചിട്ടുണ്ടായിരുന്നു ലുലുവിൻ്റെ. അപ്പം നമ്മൾ ലുലുവിൻ്റെ ബാഗ്സിലാണ് കേട്ടോ ഇപ്രാവശ്യം എല്ലാം വെച്ചിട്ടുള്ളത്. അതാകുമ്പോൾ കുറേ സ്ഥലം നമുക്ക് ലാഭിക്കാൻ വേണ്ടിയിട്ട് പറ്റും. നമുക്കിങ്ങനെ ഡിക്കിയിലെല്ലാം തന്നെ കൊള്ളിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നമ്മൾ ഒരു സൂമിൽ നിർത്തിയിരിക്കുകയാണ് കേട്ടോ എന്തെങ്കിലും ഫുഡ് മേടിക്കാൻ വേണ്ടിയിട്ട്. ഇവിടുന്ന് ആകെ 12 മിനിറ്റും കൂടെ ഉള്ളൂ. അപ്പോൾ മേ ബി ഇതായിരിക്കും ലാസ്റ്റ് ഉള്ളൊരു സ്റ്റോപ്പ്. അപ്പോൾ അതുകൊണ്ട് നമ്മളിവിടെ നിർത്തി ഇവിടുന്ന് എന്തെങ്കിലും മേടിക്കാം എന്ന് വിചാരിച്ചു കേട്ടോ. അപ്പം ഇതാണ് മെനു. നിങ്ങൾ സെലക്ട് ചെയ്തിരിക്കുന്നത് ഷവർമ മേടിക്കാം എന്നാണ് കേട്ടോ വിചാരിക്കുന്നത്. ഞങ്ങൾ കുറച്ച് ഓൾറെഡി സ്നാക്സ് ഒക്കെ മേടിച്ചിട്ടുണ്ട്. അപ്പം എല്ലാം കൂടി ഹെവി ആവണ്ട വിചാരിച്ചു. അപ്പോൾ നമുക്ക് കുറച്ച് ഷവർമ മേടിക്കാം എന്ന് വിചാരിച്ചു. ഇപ്പോൾ നമ്മളൊരു പെട്രോൾ പമ്പിൽ നിർത്തിയിരിക്കുകയാണ്.
ഇവിടെ നിന്ന് വാഷ്റൂമിലൊക്കെ പോകാമെന്ന് വിചാരിച്ചിട്ട്. പിന്നെ ഇവിടുന്ന് തന്നെ ഫുഡ് മേടിക്കാം എന്ന് വിചാരിച്ചു കേട്ടോ. കാരണം ഇവിടുന്ന് ഇനി കുറച്ചും കൂടി ദൂരമേ ഉള്ളൂ, അതായത് 12 മിനിറ്റ്സ് എന്തോ ഉള്ളൂ. അപ്പോൾ നമ്മൾ വിചാരിച്ചു ഇവിടുന്ന് ഫുഡൊക്കെ മേടിച്ചിട്ട് പോവാം എന്ന് വിചാരിച്ചിട്ട് ഇവിടെ നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു റെസ്റ്റോറൻറ്റിൽ നിന്നാണ് നമ്മൾ ഫുഡ് മേടിക്കുന്നത്. നമ്മൾ ഓൾറെഡി കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട് കേട്ടോ, കുറച്ച് സ്നാക്സ് ഒക്കെ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ എന്തെങ്കിലും വേണമല്ലോ, അപ്പോൾ അതുകൊണ്ട് ഞങ്ങളൊരു ഷവർമ്മ മേടിക്കാമെന്ന് വിചാരിച്ചു. അതിൻ്റെ കൂടെ പെപ്സിയും എന്തെങ്കിലുമൊക്കെ മേടിക്കാം എന്ന് വിചാരിച്ചു. ഇനിയിപ്പോൾ അങ്ങോട്ടേക്ക് പോകുന്നതിനനുസരിച്ച് അങ്ങനെ ഷോപ്സ് ഒന്നും ഉണ്ടാവും തോന്നുന്നില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇവിടെ നിന്ന് തന്നെ മേടിക്കാൻ വെച്ചു, റിസ്ക് എടുക്കണ്ടെന്ന് വിചാരിച്ചിട്ടോ. ഇനി കുറച്ചും കൂടി അങ്ങോട്ട് പോയാൽ ചിലപ്പോൾ ഒന്നും ഉണ്ടാവില്ല. ഇവിടുത്തെ ഒരു സാഹചര്യം കണ്ടിട്ട് അങ്ങനെയാണ് തോന്നുന്നത്. കാരണം അങ്ങനെ ഒരുപാട് സ്ട്രീറ്റ് ലൈറ്റുകളോ കാര്യങ്ങളൊന്നും അവിടേക്കില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വിചാരിച്ചു ഇവിടെ തന്നെ മേടിച്ചിട്ട് പോകാമെന്ന്. പിന്നെ ഈ സുലേഖ ലേക്കിൻ്റെ അവിടെ ഓൾറെഡി വാഷ്റൂം കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. ഞാനിങ്ങനെ ഗൂഗിൾ റിവ്യൂസൊക്കെ വായിച്ചിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് അതിൽ കണ്ടിട്ടുണ്ടായിരുന്നത് അവിടെ വാഷ്റൂം ഫെസിലിറ്റി ഒക്കെ ഉണ്ടെന്നാണ്. അപ്പോൾ എന്തായാലും നമുക്ക് പോയി നോക്കാം എന്ന് വിചാരിച്ചു കേട്ടോ. ഇപ്പോഴാണെങ്കിൽ നല്ല തണുപ്പുണ്ട്. ഇപ്പോഴത്തെ ടെമ്പറേച്ചർ പറയുന്നത് 20 ആണ്. ചിലപ്പം അവിടെ എത്തുമ്പോഴത്തേക്ക് 15 ആവാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ലാസ്റ്റ് ടൈം ക്യാമ്പിങ്ങിന് പോയപ്പോൾ ഞാൻ ഓൾറെഡി അതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്. വേണമെങ്കിൽ അത് വീഡിയോ ടാഗ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നിങ്ങൾ ആരെയും കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കണം. അന്ന് ഭയങ്കരമായിരുന്നു തണുപ്പ്, 0 ഡിഗ്രി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ അവിടെ എത്തിയപ്പോഴത്തേക്ക് ഞങ്ങൾ മിൽക്കി വേയിലാണ് പോയിട്ടുണ്ടായിരുന്നു, അബുദാബി. അയ്യോ ഭയങ്കര തണുപ്പായിരുന്നു. എന്നിട്ട് ഞങ്ങളുടെ ടെൻറ്റിൻ്റെ ഉള്ളിലേക്ക് വെള്ളമൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു തണുപ്പ് കൊണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ പകുതി വെച്ച് ആ ട്രിപ്പ് ക്യാൻസൽ ചെയ്തിട്ട് തിരിച്ചു പോകേണ്ടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് തോന്നുന്നൊരു 2 മണി 3 മണി ആയപ്പോഴാണ് നമ്മളവിടെ തിരിച്ചു പോയിട്ടുണ്ടായിരുന്നത്. കാരണം അങ്ങനെ വെള്ളം ഇങ്ങനെ ടെൻറ്റിൻ്റെ ഉള്ളിലേക്ക് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അതെന്തോ മഞ്ഞെന്തോ ആയിട്ടാണ് തോന്നുന്നുണ്ട്. 0 ഡിഗ്രി ആയിരുന്നു. അപ്പം തീരെ കിടക്കാൻ വേണ്ടി പറ്റുന്നുണ്ടായിരുന്നില്ല. ഈവെന്തോ ഞങ്ങൾ കുറേ ബെഡ്ഷീറ്റ്സ് ഒക്കെ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ കൂടിയിട്ട് അങ്ങനെ നമുക്ക് കിടന്നുറങ്ങാനേ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. വെള്ളം നമ്മളെ മേത്തിങ്ങനെ വന്ന് വീഴുമ്പോൾ നമ്മൾ എങ്ങനെ കിടന്നുറങ്ങും. അപ്പം അങ്ങനെയായിരുന്നു കേട്ടോ. അപ്പം അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു. അപ്പം ഇപ്രാവശ്യം അങ്ങനെയൊന്നും ഉണ്ടാവില്ല തോന്നുന്നത്. കാരണം ഇപ്പം ഡിസംബർ 1 ആണ് കേട്ടോ. അപ്പം അങ്ങനെ വലുതായിട്ട് തണുപ്പ് ഉണ്ടാവില്ല എന്നാണ് വിചാരിക്കുന്നത്. എന്തായാലും നമുക്കവിടെ പോയിട്ട് നോക്കാം കേട്ടോ. ക്യാമ്പിംഗ് എക്സ്പീരിയൻസ് താല്പര്യമുണ്ടോ? സത്യം പറഞ്ഞാൽ ലൈഫിൽ കുറേ ആഗ്രഹങ്ങളുണ്ട്. അതിലൊരു പ്രധാനപ്പെട്ട ആഗ്രഹമാണ് ക്യാമ്പിംഗ് എക്സ്പീരിയൻസ്. പക്ഷേ അതിൽ വലിയൊരു ആഗ്രഹമാണ് രാവിലെ ഒരു ക്യാമ്പിങ്ങിന് പോയിട്ട് ടെൻറ്റിൽ കിടന്നുറങ്ങണം എന്നുള്ളത്. ലൈഫിൽ ഇതുവരെ പറ്റിയില്ല. അത് ഇന്നെങ്കിലും സാധിക്കണം എന്ന് ഭഗവാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. എവിടെ കിടന്നുറങ്ങി? അത് നിങ്ങൾ പെണ്ണുങ്ങളില്ലാത്ത സമയത്ത് ഞങ്ങൾ ആണുങ്ങൾ പോയിട്ട് ജബൽ ജസ് കിടന്നുറങ്ങിയിട്ടുണ്ട്. ക്യാമ്പിംഗ് എക്സ്പീരിയൻസ് ചെയ്യാൻ താല്പര്യമുണ്ട്. നമ്മൾ കുറേ ആയിട്ടുള്ളൊരു ആഗ്രഹമാണ് ഇതുവരെ. നേരത്തെ പറഞ്ഞതിൽ ഒരു ചെറിയ കറക്ഷൻ ഉണ്ട് കേട്ടോ. ഇവിടുന്ന് അങ്ങോട്ട് പോകുന്ന വഴിക്ക് ഒരുപാടധികം ഷോപ്പുകൾ ഞങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു, ഫുഡിൻ്റെയും അതേപോലെ സൂപ്പർ മാർക്കറ്റൊക്കെ ആയിട്ട്. അപ്പം നിങ്ങൾ ലാസ്റ്റ് കാണുന്ന പെട്രോൾ പമ്പിൽ നിന്ന് കഴിച്ചിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, പോകുന്ന വഴിക്ക് അത്യാവശ്യം ഒരുപാട് ഷോപ്പുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ എവിടെയാണ് ടെൻറ്റ് അടിക്കേണ്ടതെന്ന് ഇങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ആ കാർ ഇവിടെ നിർത്തി, നമുക്കങ്ങനെ ആരും ഇല്ലാത്തൊരു സ്പോട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്കിവിടെ നിർത്താം എന്നാണ് ഫൈനലി വിചാരിക്കുന്നത് കേട്ടോ. ഇവിടെ ആകുമ്പോൾ ഒരു ഫ്ലാറ്റ് സർഫേസ് ആണ്. അപ്പോൾ നമ്മൾ ടെൻറ്റ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. 2 ചെയേഴ്സും കൊണ്ടുവന്നിട്ടുണ്ട്. ഒരുപാട് കാലമായിട്ട് ഞങ്ങൾ മേടിച്ച് വെച്ചിട്ടുള്ള ടെൻറ്റായിരുന്നേ. ഞങ്ങളങ്ങനെ എപ്പോഴും ഞങ്ങളങ്ങനെ പോകാറൊന്നുമില്ല കേട്ടോ. എപ്പോഴെങ്കിലുമൊക്കെ ടെൻറ്റ് അടിക്കും, എപ്പോഴെങ്കിലുമൊക്കെ ഇങ്ങനെ ഒരു ക്യാമ്പ് സ്റ്റേക്കൊക്കെ പോയാലേ ഉള്ളൂ. ഇത് ഏതോ കാലം നമ്മൾ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നതാണ്. സാധാരണ ഞങ്ങൾ ക്യാമ്പിങ്ങിനൊക്കെ വരുമ്പോഴത്തേക്കും ബെഡ് വരെ കൊണ്ടുവരാറുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഇപ്രാവശ്യം നമ്മൾ അങ്ങനത്തെ വലിയ ആർഭാടതകളൊന്നും ഇല്ലാണ്ട് കംഫർട്ടർ മാത്രം കൊണ്ടാണ് വന്നത്. ഇപ്പോൾ ഈ എടുത്ത സോക്സ് കഴിഞ്ഞ പ്രാവശ്യം ഇതിൽ ഉരുവെച്ച് പോയിട്ടുണ്ടായിരുന്ന സോക്സാണ്. അത് അങ്ങനെയേ മടക്കി വയ്ക്കുകയാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഫ്രീ ആയിട്ട് ഫയർ വർക്ക്സും കൂടി കാണാനുള്ള ഭാഗ്യം ഉണ്ടായി ഈ പ്രാവശ്യം. പിന്നെ നമ്മൾ ചൂടുവെള്ളം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു വീട്ടിൽ നിന്ന് ടീ ഉണ്ടാക്കി കുടിക്കാൻ വേണ്ടിയിട്ട്. നമ്മളടുത്ത് ഇല്ലാത്തൊരു സാധനമാണ് സ്റ്റവ്. അതായത് നമുക്കിങ്ങനെ ക്യാരി ചെയ്യാൻ പറ്റുന്ന പോലത്തെ സ്റ്റവ് നമ്മളടുത്ത് ഇല്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ചൂടുവെള്ളം കൊണ്ടുവന്നിട്ട് അതിൽ നമ്മൾ ടീ ബാഗ് ഇട്ട് കുടിക്കാം എന്ന് വിചാരിച്ചു. നല്ല തണുപ്പുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ഉള്ള പോലെ ഫീൽ ചെയ്തു കേട്ടോ ചായക്കൊക്കെ.
അങ്ങനെ അതൊക്കെ കുടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു അടിപൊളി വ്യൂ ഉണ്ട് കേട്ടോ. ഞാൻ ജസ്റ്റ് വെറുതെ മുകളിലേക്ക് നോക്കിയപ്പോൾ ഒരു ചന്ദ്രനെ എന്നെ തന്നെ നോക്കിയിരുന്ന് ചിരിക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു. അതുകൊണ്ടാണ് ഞാൻ അപ്പം തന്നെ ആ വീഡിയോ ക്യാപ്ചർ ചെയ്തത്. അതിനുശേഷം നമ്മൾ കുറച്ച് ഫുഡൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. സ്നാക്സാണ് കേട്ടോ കൂടുതൽ മേടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ കഴിച്ചു. പിന്നെ ഷവർമയായിരുന്നു ഞങ്ങൾ മേടിച്ചിട്ടുണ്ടായിരുന്നത്. അത് പിന്നെ ലാസ്റ്റായിരുന്നു കഴിച്ചിട്ടുണ്ടായിരുന്നത്. നല്ല ടേസ്റ്റുള്ള സ്നാക്സ് ആയിരുന്നു കേട്ടോ. ഇത് ആക്ച്വലി ഊട്ടുപുര എന്ന് പറഞ്ഞിട്ടുള്ള DIP ഉള്ളൊരു ഷോപ്പിൽ നിന്നാണ് മേടിച്ചത്. ഭയങ്കര അടിപൊളിയായിട്ടുള്ള സ്നാക്സാണ്. അത് ചൂടോടുകൂടിയായിരുന്നു ഞങ്ങൾ മേടിച്ചിട്ടുണ്ടായിരുന്നത്. നല്ല തണുപ്പുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ചെറുതായിട്ടൊരു ക്യാമ്പ് ഫയർ പോലെ സെറ്റ് ചെയ്താലോ എന്ന് വിചാരിച്ചിട്ട് ഇവിടുന്ന് കിട്ടിയ ചുള്ളി കമ്പുകളൊക്കെ എടുത്ത് കൊണ്ടുവന്നിട്ട് കത്തിക്കാം എന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഇവിടുന്നൊക്കെ ഞങ്ങളല്ല, മെയിൻലി ഗോ ആയിരുന്നു കളക്ട് ചെയ്യാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഗോ ഇവിടുന്നൊക്കെ കൊണ്ടുവന്ന് കളക്ട് ചെയ്ത് വെച്ച സാധനങ്ങളെല്ലാം കൂടി കൂട്ടിയിട്ട് ഒന്ന് കത്തിച്ച് നോക്കിയപ്പോഴത്തേക്കും ഭയങ്കര സുഖം. എല്ലാവരും അതിൻ്റെ സൈഡിൽ നിന്ന് മാറുന്നുണ്ടായിരുന്നില്ല. നല്ല തണുപ്പുള്ളതുകൊണ്ട് തന്നെ ഇങ്ങനെ നമുക്ക് ഫയർ ഇട്ട് കഴിഞ്ഞാൽ നല്ല ചൂടുണ്ടാവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അവിടെ തന്നെയായിരുന്നു കേട്ടോ എല്ലാവരും നിന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ ഒരുപാട് ഇങ്ങനത്തെ ചെറിയ ചെറിയ കമ്പുകൾ കളക്ട് ചെയ്യാൻ വേണ്ടി കിട്ടിയിട്ടോ. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഒരുപാടുണ്ടായിരുന്നു. പിറ്റേന്ന് രാവിലെ എണീറ്റിട്ട് നിങ്ങൾക്ക് ഞങ്ങൾ കിടന്ന സ്പേസ് ഒന്ന് കാണിച്ചു തരാം എന്ന് വിചാരിച്ചു. ഇവിടെയായിരുന്നു ഞാനും അമ്മയും അയറും കൂടി കിടന്നിട്ടുണ്ടായിരുന്നത്. മുന്നത്തെയും ബാക്കത്തെയും സീറ്റ് കംപ്ലീറ്റ്ലി ഫോൾഡ് ചെയ്തിട്ട് ഇങ്ങനെ ചെയ്തിട്ടാണ് നമ്മൾ കിടന്നത് കേട്ടോ. നല്ല സുഖം ഉണ്ടായിരുന്നു കിടക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടൊന്നും ഫീൽ ചെയ്തില്ല. പിന്നെ കാറിൻ്റെ ഉള്ളിലായതുകൊണ്ട് തന്നെ അധികം തണുപ്പും ഫീൽ ചെയ്തില്ല കേട്ടോ. ബ്രഷും പേസ്റ്റും അടങ്ങിയ ഒരു ഫുൾ സെറ്റായിട്ടാണ് നമ്മൾ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബ്രഷിംഗ് ഒക്കെ ഇവിടെ തന്നെ ചെയ്യാം എന്ന് വിചാരിച്ചു. ലൂക്കേനെ അതേ ടൈമിൽ പുറത്തേക്ക് ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അവൻ ഇന്നലെ കാറിൽ തന്നെയാണ് കിടന്നുറങ്ങിയിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം അവന് രാവിലെ കുറച്ച് ഫ്രഷ് എയർ കിട്ടാൻ വേണ്ടി ഞങ്ങൾ പുറത്തിങ്ങനെ ജസ്റ്റ് കുറച്ച് നേരം ഇങ്ങനെ അവനെ വിട്ടിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അവൻ്റെ ലീഷേഴ്സിൻ്റെ മുകളിലൊരു കല്ലും കൂടി എടുത്ത് വെച്ചു കേട്ടോ. നല്ല അടിപൊളിയായിട്ടുള്ള സൺറൈസ് കാണാൻ വേണ്ടിയിട്ട് പറ്റി ഇവിടുന്ന്. പിന്നെ ഇതൊരു ഓപ്പൺ ആയിട്ടുള്ള സ്പേസ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭയങ്കര രസമുള്ള വ്യൂ ആണ് കേട്ടോ. ഇവിടുന്ന് രണ്ട് സൈഡിലും മൗണ്ടെയിൻ ആണ് വരുന്നത്. അതുകൊണ്ടായിരിക്കും ഇത്ര തണുപ്പ്. ബ്രഷിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മളിനി പോവാനുള്ള പരിപാടിയാണ് കേട്ടോ. നമുക്കിനി ടെൻറ്റൊക്കെ ഒന്ന് ഫോൾഡ് ചെയ്യണം. എന്നിട്ട് നേരെ വീട്ടിലേക്ക് പോകണം. ഏകദേശം സമയം 7:30 ആയിട്ടുണ്ട്. ഇന്ന് അത്ര വെയിലുണ്ട്, ബട്ട് തണുപ്പായതുകൊണ്ട് തന്നെ അത്ര അങ്ങോട്ട് നമുക്ക് ചൂടത്ര അറിയുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ മെല്ലെ നമുക്ക് പോകാം എന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ ടെൻറ്റ് ഓരോന്നായിട്ട് മടക്കി വയ്ക്കാനുള്ള പരിപാടിയിലാണ്. അതിൻ്റെ മുന്നേ ആയിട്ട് അതിൻ്റെ ഉള്ളിലുള്ള സാധനങ്ങളൊക്കെ എടുത്ത് പുറത്തേക്ക് വയ്ക്കുന്ന ഒരു പരിപാടിയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പം സക്സസ്ഫുള്ളി നമ്മൾ 10th ഡേ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. നമ്മൾ ഇത്ര നേരം ഒന്നും ടെൻറ്റിൽ കിടക്കാറില്ല കേട്ടോ. സാധാരണ രാത്രി ആകുമ്പോഴത്തേക്കും നമ്മൾ നീറ്റ് പോകാറുണ്ട് തണുപ്പ് കാരണം. ഇന്നലെയും അത്യാവശ്യം നല്ല തണുപ്പുണ്ടായിരുന്നു. പക്ഷെ ഞാനും അമ്മയും കാറിലായിരുന്നു കിടന്നത്. ടെൻറ്റ് ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഇത്രയും പേരുള്ളതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും കൂടി ടെൻറ്റിൽ കിടക്കാൻ വേണ്ടി പറ്റില്ല. അപ്പം അതുകൊണ്ട് നമ്മൾ ഞാനും അമ്മയും കൂടി കാറിലാണ് കിടന്നത്. കാർ സീറ്റ് ഇങ്ങനെ നിരത്തിയിട്ടു. എന്നിട്ട് കാർ സീറ്റ് ഇങ്ങനെ നിരത്തിയിട്ട് കിടക്കാനായിട്ട് നല്ല സുഖം ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമുക്ക് ബെഡിൽ കിടക്കുന്ന അത്ര സുഖമില്ലെങ്കിൽ കൂടിയിട്ട് കുഴപ്പമില്ലാണ്ട് കിടന്നു. അതുകൊണ്ട് തന്നെ തണുപ്പും കുറവായിരുന്നു. തണുപ്പുണ്ടായിരുന്നു എന്നാലും, കാരണം നമുക്ക് എയർ സർക്കുലേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ചെറുതായിട്ട് വിൻഡോ ചെറുതായിട്ട് ഇങ്ങനെ തുറന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഉള്ളിൽ കൂടെ തണുപ്പ് നന്നായിട്ട് വരുന്നുണ്ടായിരുന്നു. ഞാൻ രാത്രി ആയപ്പം പിന്നെ എല്ലാ വിൻഡോസും അടച്ചിട്ട് ഒരു വിൻഡോൻ്റെ ചെറിയൊരു ഭാഗം മാത്രം തുറന്നിട്ടതാട്ടോ. അത്രയും തണുപ്പായിരുന്നു. ഇപ്പോഴും ശരിക്കും പറഞ്ഞാൽ തണുപ്പ് പോയിട്ടില്ല. നന്നായിട്ട് വെയിലടിക്കാൻ തുടങ്ങി. പക്ഷെ നല്ല തണുപ്പുണ്ട് കേട്ടോ. ഞങ്ങൾ ആക്ച്വലി ലേക്ക് കാണണമെന്ന് വെച്ചിട്ടാണ് വന്നത്. പക്ഷേ ഞങ്ങൾക്ക് കിട്ടിയ സ്ഥലം ഇങ്ങനത്തെ. പക്ഷെ ഭയങ്കര പ്രൈവസി ആയിരുന്നു കേട്ടോ. ആരും ഉണ്ടായിരുന്നില്ല ഈ ഒരു സ്ഥലത്ത്. നന്നായിട്ട് തന്നെ എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടോ. നമ്മൾ മാത്രമായിരുന്നു ഈ വലിയൊരു സ്ഥലത്തുണ്ടായിരുന്നത്. വേറെ ആരും ഉണ്ടായിരുന്നില്ല.
പിന്നെ ആ ഒരു ഏരിയയിലൊക്കെ ആൾക്കാരുണ്ടായിരുന്നു. ഇവിടെ ഏറ്റവും തിരക്ക് എനിക്ക് ഫീൽ ചെയ്തത് നമ്മൾ കയറി വരുന്ന സ്ഥലത്താണ്. കയറി വരുന്ന സ്ഥലത്ത് ഭയങ്കര തിരക്കായിരുന്നു. എല്ലാവരും അവിടെ തന്നെയാണ് ടെൻ്റ് അടിച്ച് നിന്നിട്ടുണ്ടായിരുന്നത്. അവിടെയാണ് ഭയങ്കര ലേക്കിൻ്റെ കുറച്ചും കൂടി ലേക്കൊക്കെ എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ ടെൻ്റ് അടിച്ചിട്ടുണ്ടായിരുന്നു തോന്നുന്നു. പിന്നെ വാഷ്റൂം, നിങ്ങൾ വാഷ്റൂം കണ്ടിട്ട് ഇവിടേക്ക് വരണ്ട. ഇന്നലെ ഞങ്ങൾ വാഷ്റൂം പോയിട്ടുണ്ടായിരുന്നു. ഭയങ്കര ദയനീയമായിട്ടുള്ള അവസ്ഥയാണ് ഇവിടുത്തെ വാഷ്റൂമിനുള്ളത്. ഒന്നാമത് അവിടെ വെള്ളം ഉണ്ടായിരുന്നില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ചിന്തിച്ചറിയില്ല വെള്ളം ഇല്ലാത്തൊരു ബാത്റൂം എങ്ങനെയായിരിക്കും ഉണ്ടാവുകയെന്ന്. അങ്ങനത്തെ വളരെ പരിതാപകരമായിട്ടുള്ള അവസ്ഥയായിരുന്നു. നമ്മൾ പോയിട്ട് തിരിച്ച് തന്നെ വന്നു കേട്ടോ. കാരണം തീരെ പോകാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. 2 വാഷ്റൂം ഉണ്ട് ലേഡീസിന്, പക്ഷേ രണ്ടും ഇതേ അവസ്ഥയായിരുന്നു. ജെൻസിൻ്റെ എങ്ങനെ ഉണ്ടെന്ന് അറിയില്ല കേട്ടോ, കാരണം അവരവിടെ പോയിട്ടില്ല, അതുകൊണ്ട് എനിക്കറിയില്ല. ഭയങ്കര അവസ്ഥയായിരുന്നു. ഇപ്പോൾ സമയം ഇത് 7:30 ആയിട്ടുണ്ട്. ഇപ്പോഴാണ് നമ്മൾ ഇവിടുന്ന് പോകാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നത്. എല്ലാ സാധനങ്ങളും എടുത്ത് ഇങ്ങനെ വെച്ച് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ടെൻറ്റ് വളരെ സൂക്ഷിച്ചിട്ട് വേണം അഴിച്ചു വെക്കാൻ വേണ്ടിയിട്ട്. കാരണം കഴിഞ്ഞതിൻ്റെ മുന്നത്തെ പ്രാവശ്യം ടെൻറ്റ് ഞങ്ങളത് ഇതേപോലെ പെട്ടെന്ന് മടക്കിയ സമയത്ത് പൊട്ടിപ്പോയതാണ്. അപ്പോൾ അതുകൊണ്ട് വളരെ സൂക്ഷിച്ചാണ് ഇപ്രാവശ്യം ടെൻറ്റൊക്കെ മടക്കിയിട്ടുള്ളത്. ഇനിയിപ്പോൾ നമ്മൾ നേരെ വീട്ടിലേക്കായിരിക്കും പോകണമെന്ന് തോന്നുന്നത്. ഇനി വേറെ എന്തെങ്കിലും പ്ലാൻസ് ഉണ്ടോയെന്ന് അറിയില്ല. ഇന്നും കൂടിയാണല്ലോ നമ്മൾ ഹോളിഡേ ഉള്ളത്. ട്യൂസ്ഡേ ആണ്, 2-ാം തീയതിയാണെന്ന്. അപ്പോൾ ഇന്നും കൂടി നമ്മൾ ഹോളിഡേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ ഹോളിഡേ ഒക്കെ കഴിഞ്ഞു. നാളെ മുതൽ പോകുന്നതൊക്കെ എന്തെങ്കിലും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് അങ്ങനെ പോവാം എന്ന് വിചാരിച്ചു കേട്ടോ. ഡ്രസ്സ് മാറ്റാൻ വേണ്ടി ഡ്രസ്സൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് ഉപയോഗിക്കാനുള്ളൊരു യോഗം വന്നില്ല. കാരണം ഡ്രസ്സ് മാറ്റാനുള്ളൊരു ഫെസിലിറ്റിയും കാര്യങ്ങളൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇവിടെ. ഒന്നാമത് ടോയ്ലറ്റ് അത്ര വൃത്തിയില്ലാത്തതുകൊണ്ട്. പിന്നെ ഇപ്പോൾ നമുക്ക് നേരെ പോവാം. അവിടെയൊക്കെ ടെൻറ്റ് ഇതുവരെ പൊളിച്ചിട്ടില്ല കേട്ടോ. ഇവിടെ വെയിലടിക്കുന്നുണ്ട്, ബട്ട് ചൂടില്ലാത്തതുകൊണ്ട് ആൾക്കാരൊന്നും പോകാൻ തുടങ്ങിയിട്ടില്ല എന്നാണ് തോന്നുന്നത്. ആ ഒരു ഏരിയയിലൊക്കെ ടെൻറ്റ് അടിച്ചിട്ട് ഇപ്പോഴും ആൾക്കാർ നിൽക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി ലേറ്റ് ആയിട്ടൊക്കെ ആൾക്കാർ പോകുന്നുണ്ടാവുള്ളൂ. ഇന്നും കൂടിയാണ് ഹോളിഡേ ഉള്ളത്. പിന്നെ ലൂക്കനെ രാവിലെ തന്നെ നമ്മൾ പുറത്തേക്ക് എടുത്തു. ലൂക്ക് ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. ഞങ്ങളിവിടെ കാറിൽ തന്നെയാണ് അവൻ ഉറങ്ങിയിട്ടുണ്ടായിരുന്നത്. പക്ഷെ അവനും അങ്ങനെ വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. അന്ന് രാവിലെ അവന് ഫുഡൊക്കെ കൊടുത്തു. ഫുഡൊക്കെ അടിപൊളിയായിട്ട് അവൻ കഴിച്ചു. ഇനിയിപ്പോൾ അവനൊരു വാക്കിന് കൊണ്ടുപോയിരിക്കും. അവന് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ ഈ ഒരു സ്ഥലം. പക്ഷെ ലൂക്കിനെ കളിപ്പിക്കാൻ വേണ്ടി വേറൊരാളും കൂടി അവിടെ വന്ന് നിൽക്കുന്നുണ്ട്. നിങ്ങൾ കാണുന്നുണ്ടോ അത്? വേറെ ഒരാളും കൂടി അവിടെ ലൂക്കിനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ നേരെ പോട്ടെ. ചുറ്റിനും മൗണ്ടെയിൻസ് ആണ് കേട്ടോ, കാണാൻ വേണ്ടി നല്ല രസം. ഈ ചെടി നിങ്ങൾ കണ്ടോ? ഇത് ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള ചെടിയാണ് കേട്ടോ. ഇതിന് മുള്ള നിങ്ങൾ കണ്ടോ? ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ഇത് നിറയെ മുള്ളാണ് കേട്ടോ. ഇന്നലെ അമ്മ അറിയാണ്ട് ഇതിൻ്റെ ഉള്ളിൽ പോയി, അറിയാണ്ട് ഇങ്ങനെ തട്ടിപ്പോയത്. നമ്മൾ ചെടിയെല്ലാം വെച്ച് തലേൻ്റെ ഇവിടെ ഒരു വലിയ മുറിയായിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ചെടി തട്ടിയിട്ട് നമ്മളങ്ങനെ ശ്രദ്ധിക്കില്ല, പക്ഷെ ഇത് നിറയെ മുള്ള കണ്ടോ. ഇതിന് കൂർത്ത മുള്ളാണ് കേട്ടോ. ഭയങ്കര ഡേഞ്ചറസ് ആണ്. ഇത് നിറയെ ഉണ്ട് ഇവിടെ. ഫുൾ ഇങ്ങനത്തെ ചെടികളാണ്. ശരിക്കും പറഞ്ഞാൽ കമ്പിവേലി കെട്ടിയ പോലെയാണ് കേട്ടോ ഈ ചെടികൾ ഇവിടെ വെച്ച് കഴിഞ്ഞാൽ. ആൾക്കാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റില്ല, ഭയങ്കര ബുദ്ധിമുട്ടാണ്. സോ നമ്മൾ ശ്രദ്ധിച്ച് വേണം നടക്കാനായിട്ട്. നിലത്തൊക്കെ അതേപോലത്തെ സാധനങ്ങളുണ്ട്. അപ്പോൾ കാലിലൊക്കെ തറയ്ക്കാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. പിന്നെ നമ്മളെ സാധനങ്ങളൊക്കെ ഇതാ ഓരോന്നോരോന്നായിട്ട് കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഫോഗ് വന്നിട്ട് ഗ്ലാസ് കംപ്ലീറ്റ് ഇങ്ങനെ അടഞ്ഞിരിക്കുകയായിരുന്നു കേട്ടോ. അത് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്രാവശ്യം ഞങ്ങൾക്ക് കമ്പാരിറ്റീവ്ലി സാധനങ്ങളൊക്കെ കുറവാണ്. ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഓരോരോ സാധനങ്ങൾ. ടെൻറ്റൊക്കെ കാലിൻ്റെ മുകളിലാണ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇന്നലെ രാത്രി ഈ റൂട്ടിലൊക്കെ ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. ഇന്ന് രാവിലെ ആയപ്പോഴത്തേക്കും ഭയങ്കര കാമായ പോലെ ഫീൽ ചെയ്തു. എല്ലാവരും തന്നെ പോയി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ഇതിൻ്റെ അടുത്ത് തന്നെയുള്ളൊരു മാളിൽ നിർത്തിയിട്ടുണ്ടായിരുന്നു. ഇവിടെ നമുക്ക് വാഷ്റൂമിലൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് മാളിൽ നിർത്തിയിട്ടുണ്ടായിരുന്നത്. ഈ ഒരു സ്ഥലത്ത് വന്നിട്ട് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഭയങ്കര ഒരു പീസ്ഫുൾ അറ്റ്മോസ്ഫിയർ എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ. അത്ര തിരക്കുകളില്ല, അങ്ങനത്തെ ഒരു ഭയങ്കര കാമായിട്ടുള്ളൊരു സ്ലോ മോർണിംഗ് എന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ ഒരു സംഭവമായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. നമ്മൾ ഇവിടെ ഒരു മാളിൽ ജസ്റ്റ് ഒരു സ്റ്റോപ്പ് എടുത്തിരിക്കുകയാണ്. ഞാൻ ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്തു. ഇന്നലെ ഞാൻ രാവിലെ ഇട്ടിട്ടുണ്ടായിരുന്ന ഡ്രസ്സാണ്, അപ്പോൾ അതുകൊണ്ട് ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്തു. ഇനിയിപ്പോൾ നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോകാം എന്നാണ് വിചാരിക്കുന്നത്. പോകുന്ന വഴിക്ക് എവിടുന്നേയും കഴിക്കാം എന്നാണ് കേട്ടോ ഇപ്പോഴത്തെ ഒരു പ്ലാന്. കഴിക്കാം എന്നാണ് ഇപ്പോഴത്തെ ഒരു പ്ലാന്. അപ്പോൾ ഇവിടെയാണെങ്കിൽ നോക്കിയപ്പോഴത്തേക്ക് ടോയ്ലറ്റ് കംപ്ലീറ്റ് അവിടെ നിന്നിട്ടുള്ള ആൾക്കാരാണ് തോന്നുന്നു കേട്ടോ. നിറയെ തിരക്കായിരുന്നു. എല്ലാവരും ടോയ്ലറ്റ് പോകാൻ വേണ്ടിയിട്ടൊക്കെ നിർത്തിയിരിക്കുകയാണ്. ഈ മാളിൽ ഹൈപ്പർ മാർക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ കൂടുതൽ ആൾക്കാർ ഇവിടെ നിർത്തിയിട്ടുള്ളത് എല്ലാവരും ക്യാമ്പയിൻ കഴിഞ്ഞ് വരുന്ന ആൾക്കാരാണ് കേട്ടോ. ഞങ്ങൾ പോയപ്പോഴത്തേക്കും നല്ല തിരക്കാണ് ടോയ്ലറ്റിൽ, പക്ഷേ അത്യാവശ്യം ക്ലീൻ ആയിട്ടുള്ള ടോയ്ലറ്റാണ്. അപ്പോൾ നിങ്ങൾ സുലേഖ ലേക്കിലൊക്കെ വരികയാണെങ്കിൽ ഈ ഒരു സ്ഥലത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് നിർത്തിയിട്ടൊന്ന് വാഷ്റൂമൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. അവിടുത്തെ വാഷ്റൂമുകളൊക്കെ കണക്കാണ്. മെയിൻലി നല്ല തിരക്കല്ലേ, അപ്പോൾ അതുകൊണ്ട് അവർക്ക് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും. അതുകൊണ്ടായിരിക്കും.
കാരണം ഇന്നലെ അത്രയും ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ അവിടെ. അപ്പം ഈ ഒരു മോള് കിട്ടിയത് വലിയ ആശ്വാസമായി. നമ്മളെല്ലാവരും ഇവിടെ വാഷ്റൂമിലൊക്കെ പോയി സെറ്റായി. ഇനിയിപ്പോൾ നമ്മളുടെ ജേർണി സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ നേരെ വീട്ടിലേക്ക് പോകാനുള്ള പരിപാടിയാണ് കേട്ടോ. അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഒന്ന് ഫുഡും കൂടി കഴിക്കണം. സോ വീട്ടിൽ വന്നിട്ട് ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞു കേട്ടോ. നല്ല ടയേർഡായിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങളൊരു 11:30 ആയപ്പോഴത്തേക്കന്നെ എല്ലാവരും കിടന്നുറങ്ങിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് എണീക്കാമെന്ന് വിചാരിച്ചു. ഇന്നലെ എന്തൊക്കെ പറഞ്ഞാലും നമുക്ക് വീട്ടിൽ കിടന്നുറങ്ങുന്ന സുഖം എന്തായാലും ഒരു കാറിൽ കിടന്നു കഴിഞ്ഞാൽ കിട്ടില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് നല്ല ടയേർഡായിരുന്നു. അപ്പോൾ ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര ഫ്രഷായി. അപ്പോഴത്തേക്കും അമ്മ ചായയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതൊരു ഈവനിങ് 5 മണിയായപ്പോൾ സീനാണ് കേട്ടോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. രാവിലെ 11:30 കിടന്നതാണ്, പിന്നെ 5 മണിക്കാണ് എണീറ്റിട്ടുണ്ടായിരുന്നത് വൈകുന്നേരം. അപ്പം ഇത്രയൊക്കെയായിരുന്നു ഇന്നത്തെ നമ്മളുടെ ക്യാമ്പിംഗ് വിശേഷങ്ങൾ. ഇന്നെന്തായാലും ഭയങ്കര രസമായിരുന്നു, ഭയങ്കര ഫണ്ണായിരുന്നു കേട്ടോ ഇന്നത്തെ ക്യാമ്പിംഗ് എന്ന് പറയുന്നത്. സോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ, ബൈ, സീ യു, ടേക്ക് കെയർ.